ഇന്നത്തേത് ഞങ്ങളുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് ബുള്ളറ്റ് ട്രെയിനിലാണ്. ഹറമൈൻ ആപ്പിലൊക്കെ ഈ ട്രെയിൻ ടിക്കറ്റ്സ് കിട്ടും. സമയത്തിനും സീറ്റിനുമൊക്കെ അനുസരിച്ച് പൈസയും വ്യത്യാസമുണ്ട്. 2 മണിക്കൂർ കൊണ്ട് മദീനത്തെത്താം. സ്റ്റേഷനിൽ പോയിട്ടും ടിക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ടോയ്ലറ്റൊക്കെ നമ്മളെ നാട്ടിലെ ട്രെയിൻ ടോയ്ലറ്റ് പോലെയല്ല, ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് പോലെ നീറ്റ് ആൻഡ് ടൈഡി ആണ്. ലഗേജ് വെക്കാനും പ്രത്യേകം സൗകര്യമുണ്ട്. പക്ഷെ ഒരു ടിക്കറ്റിൽ ഇത്ര ലഗേജ് എന്നൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും ഇവരുടെ ഒരു വിൻഡോ സീറ്റിനുള്ള അടി ഞാൻ കാണണം കേട്ടോ. ജിയമോൾ ആദ്യം വിൻഡോ സീറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു വിൻഡോ സീറ്റേ കിട്ടിയില്ലായിരുന്നുള്ളൂ. അത് ആൾ മാറിയിരുന്നതാണ്. ശരിക്കും ഞങ്ങൾ 2 വിൻഡോ സീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ സീറ്റ് തിരിച്ച് കിട്ടിയപ്പോൾ ഉള്ള സീനാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിനിനെ പറ്റിയാണ്. ഇത് കാണുന്നത് വേസ്റ്റ് ബിന്നാട്ടോ. ഒക്കെ നല്ല നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആണ്. സ്റ്റേഷനിലെ കാര്യങ്ങളാണെങ്കിലും പ്രെയർ ഹാളും ടോയ്ലറ്റ്സും എല്ലാം. ഇപ്പോൾ നമ്മൾ 300 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഫീൽ ചെയ്യുന്നേ ഇല്ല കേട്ടോ. നല്ല സ്മൂത്ത് ട്രാവലാണ്. ഒരൊട്ടും യാത്രാക്ഷീണം ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കുറേ ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം മെയിനായിട്ടുമുള്ള സ്റ്റോപ്പുകൾ മക്ക, മദീന, ജിദ്ദ എയർപോർട്ട്. ജിദ്ദയിൽ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. അപ്പം എല്ലാ സ്ഥലത്തുനിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് നോക്കിയാൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ട്രെയിൻസ് ഉണ്ട്. എല്ലാ ട്രെയിൻ സ്റ്റേഷനിലും നല്ല സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ മദീന ഹറമൈൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബുള്ളറ്റ് ട്രെയിൻസ് ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഏകദേശം 10 പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹറമൈൻ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷന്. കണ്ടാൽ പറയുമോ ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന്. പുറത്ത് തന്നെ ഇവിടെ പള്ളിയുണ്ട്, നിസ്കരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ദുബായിൽ യൂസ് ചെയ്ത അതേ ആപ്പ് കരീം ആപ്പിൽ ടാക്സി വിളിച്ചിട്ട് ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് വേണം മസ്ജിദ് നബവിയിൽ പോവാൻ. ഒട്ടും യാത്രാക്ഷീണമില്ലാതെ മക്കത്ത് നിന്ന് മദീനയിലേക്കോ മദീനയിൽ നിന്ന് മക്കത്തേക്കോ അതായത് ജിദ്ദയിലേക്കോ ഒക്കെ പോകണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ബുള്ളറ്റ് ട്രെയിൻ. ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മദീനത്ത് എത്തിയിട്ടുണ്ട്. മസ്ജിദ് നബിയിലെ വീഡിയോസൊന്നും എടുക്കുന്നില്ല. അപ്പം ഇനി മദീനയിലെ കുറച്ച് ഈത്തപ്പഴത്തോട്ടങ്ങളും പിന്നെ ഖുർആൻ പ്രസ്സും അങ്ങനത്തതൊക്കെ എല്ലാവർക്കും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഉപകാരമാകുന്ന ചില വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ.